ഇന്ത്യ UK വ്യാപാര കരാറിന് അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് UK വിപണിയിൽ വൻ തീരുവ ഇളവുകൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ള കരാർ ചരിത്ര നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കരാറിലൂടെ കാർഷിക മേഖലയ്ക്ക് വൻ നേട്ടമുണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം. इस समझौते के साथ ही डबल कंट्रीब्यूशन कन्वेंशन पर भी सहमति बनी है. इससे दोनों के सर्विस सेक्टर, विशेषकर टेक्नोलॉजी और फाइनेंस के उसको एक नई ऊर्जा मिलेगी. ഇന്ത്യയും യുകെയും തമ്മിൽ നടത്തിയ ഉന്നതതല ചർച്ചകൾക്കൊടുവിലാണ് കരാറിൽ ഇരു പ്രധാനമന്ത്രിമാരും ഒപ്പുവെച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ഉൽപ്പന്നങ്ങൾക്ക് UK വിപണിയിൽ വലിയ തോതിലുള്ള തീരുവ ഇളവുകൾ ലഭിക്കും. യുകെയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങൾക്ക് 20% തീരുവ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി സാധ്യത തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജനങ്ങൾക്കും കശുവണ്ടിക്കും ഉണ്ടായിരുന്ന തീരുവ ഗണ്യമായി കുറയ്ക്കും. ഇന്ത്യൻ തുണിത്തരങ്ങൾക്കുണ്ടായിരുന്ന 12% തീരുവയും രാസവസ്തുക്കൾക്കുണ്ടായിരുന്ന 8% തീരുവയും UK ഒഴിവാക്കി. തേയില, കാപ്പി എന്നിവയുടെ ഇറക്കുമതി നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായാണ് വിവരം. UK ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന ശരാശരി 15% തീരുവ 3%ആയും കുറയും. അതേസമയം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചില കാർഷിക മേഖലകൾക്ക് കരാറിൽ സംരക്ഷണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രിയുടെ വിശദീകരണം. ക്ഷീരോൽപ്പന്നങ്ങൾ, ഭക്ഷ്യ എണ്ണ, ആപ്പിൾ തുടങ്ങിയവയ്ക്ക് നിലവിലുള്ള തീരുവ ഇളവുകൾ നൽകേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇത് രാജ്യത്തെ പ്രാദേശിക ഉൽപ്പാദകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെയും വിശദീകരണം. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിലെ സമ്പൂർണ്ണ വ്യവസ്ഥകളുടെ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.